സർ, കരിങ്കൊടി കാണിക്കാൻ പോകുന്നവരുടെ കയ്യിൽ മുഖ്യമന്ത്രിക്ക് നേരെ വീശാനുള്ള കറുത്ത തുണി മാത്രമേ ഉള്ളൂ. ആ തുണിക്ക് പകരം തൻ്റെ ഷർട്ട് ഊരി വീശിയെന്നാണ് പറയുന്നത്. അത് ക്രിമിനൽ കുറ്റമാണോ? കരിങ്കൊടി ഇനിയും കാട്ടും കേട്ടോ. സാർ, എൻ്റെ വാക്കല്ല, ശ്രീ പിണറായി വിജയൻ അന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ വാക്കാണ്. സാർ, അന്ന് അത് അപകടകരമായ സമരമായിരുന്നില്ല. അന്ന് ആ പ്രതിഷേധം നടത്തുന്നത് ജനാധിപത്യ അവകാശമായിരുന്നു. ഇന്ന് എങ്ങനെയാണ് സാർ ഒരു കറുത്ത കഷ്ണം തുണി ഇത്ര വലിയ അപകടകരമായ കാര്യമാവുന്നതും നിങ്ങളുടെ പോലീസ് ഈ തരത്തിലുള്ള വലിയ അക്രമങ്ങൾക്ക് കാരണമായിട്ട് അത് മാറ്റുന്നതും എങ്ങനെയാണ്? നിങ്ങളുടെ വാക്ക് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും കേരളത്തിന് ഓർമ്മയുണ്ട്, ഞങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സാർ, കരിങ്കൊടി എന്നല്ല, മാർച്ച് എന്നല്ല, എല്ലാ സമരങ്ങളോടും നിങ്ങൾക്കിപ്പോൾ പുച്ഛമാണ്. ഞങ്ങളൊരു അക്രമം ഉണ്ടാക്കാതെ ഒരു സത്യാഗ്രഹ സമരം ഈ സഭയിൽ കടന്നപ്പോൾ അതിനെ വരെ പുച്ഛിച്ച് സംസാരിച്ച മന്ത്രിമാരാണ്. ജനാധിപത്യ സമരങ്ങളെ പുച്ഛിക്കുന്നവർ തങ്ങളുടെ കഴിഞ്ഞകാല മുഴുവൻ സമരങ്ങളെയും റദ്ദ് ചെയ്യുമ്പോൾ അതിന് കൈയടിച്ചും അതിന് കീജയ് വിളിച്ചും ആ സമരങ്ങളെ മുഴുവൻ റദ്ദ് ചെയ്യുന്ന നിലപാടുകൾക്ക് പിന്തുണ കൊടുക്കുന്നവരും ചെയ്യുന്നവരിൽ എല്ലാവരെയും ഞാൻ പറയുന്നില്ല. യുവജന സംഘടനാ പ്രവർത്തകരാണെന്ന് അവകാശപ്പെടുന്നവർ ഒരല്പം ആത്മനിന്ദയോടെ വേണം ഈ നിലപാടുകൾക്ക് കൈയടിക്കാൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാറേ, ഈ സമരങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിക്കട്ടെ. പറയാം. അവിടെ ഇരിക്കണം. സാറേ, ബഹുമാനപ്പെട്ട സ്പീക്കറിനോട്, ബഹുമാനപ്പെട്ട ചെയറിനോട് ഒരു കാര്യം, ഇങ്ങനെ അസഹിഷ്ണുതയുടെ മൊത്ത കച്ചവടവുമായി ഈ സഭയിൽ വന്നിങ്ങനെ പെരുമാറരുതെന്ന് അപ്പുറത്തിരിക്കുന്ന ആളോട് പറയണം. ഇത് റൂൾ 50 ഞങ്ങളുടെ അവകാശമാണ്. ഇവിടെ കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് അനുമതിയുണ്ട്. അങ്ങ് നൽകുന്ന അവകാശം വെച്ച് കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ വേളം വെക്കേണ്ട കാര്യമില്ല. സാർ, വടി വെട്ടിയിട്ടേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇപ്പൊ തന്നെ വേളം വെക്കണ്ട. സാറേ, ആന്തോളൻ ജീവികൾ നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ്. അർബൻ നക്സലുകൾ നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ്. മാവോയിസ്റ്റുകൾ നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ്. ടുക്കഡേ ഗ്യാങ് നമ്മൾ കേൾക്കുന്ന വാക്കാ. കേൾക്കുന്നത് എവിടുന്ന? കേന്ദ്രത്തിൽ നിന്നാണ്, നരേന്ദ്രമോദിയിൽ നിന്ന് കേൾക്കുന്ന വാക്കുകളാണ്, ഫാസിസ്റ്റുകളിൽ നിന്ന് കേൾക്കുന്ന വാക്കുകളാണ്, സംഘ് പരിവാറിൽ നിന്ന് കേൾക്കുന്ന വാക്കുകളാണ്. സാർ, ഇവിടെ ടേറയിലിനെതിരായി സമരം ചെയ്യുമ്പോഴും ഈ നികുതി ഭീകരതക്കായിട്ട് സമരം ചെയ്യുമ്പോഴും ഇവിടെ കേൾക്കുന്ന വാക്കുകളോ? തെക്ക് വടക്ക് വിവരദോഷികൾ, തെക്ക് വടക്ക് വികസന വിരോധികൾ, തീവ്രവാദികൾ, കേരള വികസന വിരുദ്ധർ. സാർ, നരേന്ദ്രമോദി ഭരണത്തിന്റെ മലയാള പരിഭാഷയായി പിണറായി വിജയന്റെ സർക്കാർ മാറി എന്നതിന് ഇതിൽ കൂടുതൽ തെളിവെന്താണ് സാർ വേണ്ടത്? എന്തിനാണ് സമരങ്ങളോട് ഇത്ര അസഹിഷ്ണുത? സാർ, താടിയില്ലെന്നും ഹിന്ദി പറയില്ലെന്നും കോട്ടിട്ടിട്ടില്ല എന്നുള്ളത് മാത്രമാവരുത് മോഡിയും പിണറായിയും തമ്മിലുള്ള വ്യത്യാസമെന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. സമരങ്ങളോട് നിങ്ങൾ ഇത്ര അസഹിഷ്ണുത ഉണ്ടാവരുത്. നിങ്ങൾ കുറെ സമരം ചെയ്തവരാണ്, സമരത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന സമരത്തിന്റെ കാരണം എന്താണെന്ന് മുഖ്യമന്ത്രിക്ക് പോലും നിശ്ചയമില്ലെന്നാണ് പറയുന്നത്. സാർ, കേന്ദ്രത്തിനെതിരെ ഞങ്ങൾ സമരം ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. സാർ, ഇന്നലെ ചേർന്ന പ്ലീനറി സമ്മേളനത്തിൽ ഉൾപ്പെടെ ദേശീയ തലത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ എത്രത്തോളം BJPക്ക് എതിരാണെന്നും അത് എത്രത്തോളം ആർജവത്തോടെയുള്ളതാണെന്നും ജനാധിപത്യ ഇന്ത്യ നോക്കിക്കാണുന്നുണ്ട്. സാർ, പാർലമെന്റിനകത്തും പുറത്തും അവിടുത്തെ പ്രതിപക്ഷം ഈ കേന്ദ്ര ഗവൺമെന്റിനെതിരായി സമര പോരാട്ടങ്ങളിലാണ്. ഈ രാജ്യം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സമരങ്ങൾ ഞങ്ങൾ നടത്തുന്നു. പുതിയ സമരങ്ങൾ ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അദാനിയും മോദിയും ഒന്നാണെന്നും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ തുരത്തിയ ഈ രാജ്യത്തിന് മോദിയെയും അദാനിയെയും തുരത്താൻ കഴിയുമെന്നും ആർജവത്തോടെ മോദിയുടെ മുഖത്ത് നോക്കി നിലപാട് പറയാൻ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സാർ, അത് ശ്രദ്ധിക്കുന്ന ആളുകൾക്കാർക്കും മനസ്സിലാകുന്നില്ല. ഇവിടെ തൊട്ടതിനെല്ലാം നികുതി വർദ്ധിപ്പിച്ചിട്ട്, അടച്ചിട്ട വീടിന് പോലും നികുതി വർദ്ധിപ്പിച്ചിട്ട്, പെട്രോളിന് പിന്നെയും സെസ് വർദ്ധിപ്പിച്ചിട്ട്, ഡീസലിന് സെസ് വർദ്ധിപ്പിച്ചിട്ട്, ബൈക്ക് വാങ്ങുമ്പോൾ അതിന് സെസ്, സ്ഥലം വിൽക്കുമ്പോൾ അതിന് നികുതി, വെള്ളത്തിന് കരം, KCBയുടെ ചാർജ് എല്ലാം വർദ്ധിപ്പിച്ചിട്ട് പിന്നെ ഞങ്ങളോട് സമരവും ചെയ്യരുതെന്ന് പറയാൻ ഞങ്ങൾ ആരുടെയും അടിമകളല്ല, ഞങ്ങൾക്ക് ആരെയും ഭയവുമില്ല എന്ന് തന്നെ കൃത്യമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് കളമശ്ശേരിയിലെ സമര ദൃശ്യങ്ങളൊന്ന് പരിശോധിക്കണം. ആ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് ബസ്സിലേക്ക് കയറ്റിയിടുമ്പോൾ ആ പോലീസ് ബസ്സിന്റെ ഫുട്ബോർഡിൽ ഇട്ടിട്ട് തലയടിച്ചു പൊട്ടിക്കുന്ന അങ്ങയുടെ പോലീസ്. അങ്ങൊരു കാരണം പറഞ്ഞു, യാത്രക്കാർക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചതിന്റെ പേരിലാണ് അവിടെ അറസ്റ്റ് നടന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ പോലീസ് അങ്ങേ എന്താണ് സാർ ചെയ്യേണ്ടി വരിക?
കോടതിയുടെ ജഡ്ജി പോലും പാലായിൽ പറഞ്ഞത് ഇത്ര അപകടകരമായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം പോകുന്നതിനെ സംബന്ധിച്ച. സാർ, എന്തിനധികം നിങ്ങളുടെ ഒരു മുൻ MLA മരിച്ചിട്ട് അതിന്റെ ദുഃഖം കാണിക്കാൻ വേണ്ടി കോഴിക്കോട് അങ്ങാടിയിൽ ആ MLAയുടെ വീടിനകത്ത് കെട്ടിയ ഒരു കറുത്ത തുണി പുറത്ത് പോസ്റ്റ് കെട്ടിയത് അതുപോലും അഴിച്ചു മാറ്റാൻ നിങ്ങളുടെ പോലീസ് നിൽക്കുന്നതിന്റെ ചിത്രം നമ്മൾ കാണേണ്ടി വരികയല്ലേ സാർ? നിങ്ങൾ കരിവള്ളൂരിന്റെയും കാവുമ്പായുടെയും അതുപോലെ തന്നെ വയലാറിന്റെയും പുന്നപ്പുറയുടെ ഒക്കെ സമരവീരം പറയുന്നവർ എന്തിനാണ് സാർ ഒരു കറുത്ത കഷ്ണം തുണിയെ നിങ്ങൾ എത്ര പേടിക്കുന്നത്? ഈ നികുതി വർധനവും മുഴുവൻ ഇവിടെ കാണിച്ചു കൂട്ടുമ്പോൾ അത് മുഴുവൻ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ 4000 കോടി രൂപയുടെ ബാധ്യത ജനങ്ങളിൽ നിന്ന് നേരിട്ട് പിരിക്കാൻ ഒരു ഗവൺമെന്റ് ഒറ്റയടിക്ക് തീരുമാനമെടുക്കുമ്പോൾ അതിനെതിരെ ഇവിടുത്തെ പ്രതിപക്ഷം പ്രതികരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ, ശബ്ദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ, സമരം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ. സാർ, ഞങ്ങളുടെ സമര രീതികൾ നിങ്ങൾ പഠിപ്പിക്കുകയാണോ? ഞങ്ങളുടെ സമര രീതികൾ സാർ, അങ്ങിരിക്കുന്ന ആ ചെയർ ഇവിടുന്ന് എടുത്ത് താഴോട്ട് വലിച്ചിട്ട് വരെ മന്ത്രിമാരാക്കിയ ഒരു ഗവൺമെന്റ് അല്ലേ നിങ്ങൾ? അങ്ങയുടെ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടറും മൈക്കും തല്ലി തകർത്തിട്ട് ലേശം കുറ്റബോധമില്ലാതെ ആ കേസ് എഴുതി തള്ളാൻ കോടതിയിൽ പോയവരല്ലേ നിങ്ങൾ? ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നെഞ്ചിലും നെറ്റിയിലും കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ചിട്ട് ഈ ജനങ്ങൾ നികുതി ഭീകരതയ്ക്കെതിരെ പ്രയാസപ്പെടുമ്പോൾ അതിന് സമാധാനപരമായി സമരം ചെയ്യുന്ന ഞങ്ങളുടെ സമരത്തെ ആക്ഷേപിച്ചോ ഭയപ്പെടുത്തിയോ പോലീസ് ഉപയോഗിച്ച് തല്ലി തകർത്തോ ഇല്ലാതാക്കാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു സാർ, ഞങ്ങൾ ആ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യുമെന്ന് ഇവിടെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. സാർ, ഒരു സർക്കാർ ബസ്സും ഞങ്ങൾ കത്തിച്ചിട്ടില്ല, ഒരു പോലീസ് ജീപ്പും ഞങ്ങൾ കത്തിച്ചിട്ടില്ല, ഒരു KSRTCക്കും ഞങ്ങൾ കല്ലെറിഞ്ഞിട്ടില്ല. ഞങ്ങൾ റോഡിന്റെ വശങ്ങളിൽ ഇവിടെ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. സാർ, അതിന് ജനങ്ങളെ നിങ്ങൾ ബന്ദിയാക്കുന്നത് എന്തിനാ? അവിടെ കാലടിയിൽ മരുന്ന് വാങ്ങാൻ പോയ ഒരു കുടുംബത്തില് സാർ, അവരെ നേരിട്ട് അനുഭവം നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ? മെഡിക്കൽ സ്റ്റോറിന് മുമ്പ് ഡോറ് തുറന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ പോലീസ് വന്ന് ഡോർ അടക്കുക, വണ്ടി എടുത്ത് പോകാൻ ആഹ്വാനം ചെയ്യുക. ആ കുട്ടിക്ക് പനി വന്ന് ഫിക്സ് ആവുന്നതിന് മുമ്പ് മരുന്ന് വാങ്ങണമെന്ന് പറയാ. അപ്പൊ ആക്രോശിക്കുകയാണ്. സഹായത്തിന് വന്ന മെഡിക്കൽ സ്റ്റോർ ഉടമയോട് പറയുന്നു, നിന്റെ കട ഞാൻ പൂട്ടിക്കുമെന്ന് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറയാ. സാർ, രായമംഗലത്ത് യൂത്ത് കോൺഗ്രസ് സമ്മേളനം നടക്കുന്നു. പെരുമ്പാവൂർ ആ സമ്മേളനത്തിനിടയ്ക്ക് പോലീസ് വന്നിട്ട് പറയാ, ഈ മീറ്റിംഗ് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കണം. കാരണം പറയുന്നത് മുഖ്യമന്ത്രി അപ്പുറത്ത് കൂടെ പോകുമെന്നുള്ളതാണ്. സാർ, മുഖ്യമന്ത്രി അപ്പുറത്തൂടെ പോകുമ്പോൾ ഒരു പ്രതിപക്ഷ പ്രസ്ഥാനത്തിന് അവരുടെ രക്തസാക്ഷി അനുസ്മരണം അത് നടത്താൻ ഈ നാട്ടിൽ അനുമതിയില്ലേ? സാർ, യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ അവർ ധീരമായി സമരം ചെയ്യുമ്പോൾ അതിന്റെ നേതാവ് PK ഫിറോസ് ഉൾപ്പെടെയുള്ള ആളുകളെ ജയിലിൽ തള്ളാൻ നിങ്ങൾക്ക് വ്യഗ്രതയാണ്. മലപ്പുറത്ത് പോലീസ് ബസ്സിലിട്ടിട്ട് യൂത്ത് ലീഗ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചതിന്റെ വാർത്തകൾ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നവരെ ബസ്സിലിട്ട് മർദ്ദിച്ചതിന്റെ വാർത്തകൾ നിങ്ങൾ നോക്കണം. സാർ, ആകാശ് തില്ലങ്കേരി പുറത്ത് പാട്ടും പാടി നടക്കുമ്പോൾ PK ഫിറോസിനെ അറസ്റ്റ് ചെയ്യാൻ വ്യഗ്രത കാണിക്കുന്ന നിങ്ങളുടെ RYS പ്രവർത്തകരെ വേട്ടയാടാൻ ശ്രമിക്കുന്ന നിങ്ങളെ, യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ വേട്ടയാടാൻ ശ്രമിക്കുന്ന നിങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ കൂടി പാടില്ല എന്ന് പറഞ്ഞ ഇതൊരു ജനാധിപത്യ സംവിധാനമല്ലേ? ഒരു കരിങ്കൊടി കാണിക്കുന്ന ഇത്ര വലിയ കുറ്റമാണോ? നിങ്ങളുടെ ചോദ്യം ഞങ്ങൾ തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രതിഷേധം ഇത്ര വലിയ കുറ്റമാണോ? സാർ, നികുതി കൊടുക്കാൻ പണമില്ല, ഖജനാവിൽ പണമില്ല, പിടിച്ചു നിൽക്കാൻ പണമില്ല എന്നാണ് പറയുന്നത്. സാർ, ആകാശ് തില്ലങ്കേരി പോലുള്ള ക്രിമിനലുകൾ, ആ ക്രിമിനലുകൾക്ക് വേണ്ടി കേസ് നടത്താൻ സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവരാൻ ഇവർക്ക് എവിടുന്ന പണം? 2,11,00,000 രൂപ ഇതുവരെ ഖജനാവിൽ നിന്ന് എഴുതി കൊടുത്തത് പെരിയ കേസും മട്ടന്നൂർ കേസിലെയും ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് അവരുടെ രക്ഷിതാക്കൾ ആ കോടതിയിൽ കൊടുത്ത കേസിനെ അട്ടിമറിക്കാൻ വേണ്ടിയാണ്. അപ്പൊ കൊടുക്കാൻ എവിടെയാ പണം? എന്നിട്ട് സമരം ചെയ്യുന്നവരെ പറ്റി പറയുന്നു ആത്മഹത്യാ സ്ക്വാഡുകളാണ്. ഞങ്ങൾക്ക് ആത്മഹത്യാ സ്ക്വാഡുകളുമില്ല, ഞങ്ങൾക്ക് ആകാശ് തില്ലങ്കേരിമാരെ പോലുള്ള കില്ലർ സ്ക്വാഡുകളുമില്ല. ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന നിങ്ങളുടെ ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ, കളമശ്ശേരിയിൽ ഒരു ചെറുപ്പക്കാരന്റെ തല തല്ലി തകർത്തു, നിരവധി പേർക്ക് പരിക്കേറ്റു. ജെയിൻ ജോസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ. സാർ, കൊല്ലത്ത് അങ്ങയുടെ ഒരു പരിപാടിയുടെ അടുത്ത് ഒരു യൂത്ത് കോൺഗ്രസിന്റെ കടയിലിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ 10-30-40 DYFI ക്രിമിനൽ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ കടന്നു ചെന്നു. എന്നിട്ട് ഇവരെ 3 പേരുള്ള മാത്രം അവരെ ക്രൂരമായി മർദ്ദിച്ചു. 3 മിനിറ്റിന്റെ ചുറ്റളവിൽ 100 പോലീസുകാരെ നിൽക്കുമ്പോൾ നോക്കി നിന്നിട്ട് ക്രൂരമായ മർദ്ദനത്തിന് നേതൃത്വം നൽകി. എന്നിട്ട് ആ മർദ്ദനത്തിന് നേതൃത്വം നൽകാൻ DYFI ജില്ലാ സെക്രട്ടറി, ആ ജില്ലാ സെക്രട്ടറിയുടെ കൂടെ മർദ്ദനത്തിന് പോയ ആളുകളെ അറസ്റ്റ് ചെയ്ത് കേസ് പരിശോധിക്കുമ്പോൾ മയക്കുമരുന്ന് കേസ്, തട്ടിപ്പ് കേസ്, വഞ്ചന കേസ്. എന്നിട്ട് ശമ്പളം കൂടുതൽ ആവശ്യപ്പെട്ടതിന്റെ പേരിലും PhDയുടെ പേരിലും മാത്രം അറിയപ്പെടുന്ന ഒരു കമ്മീഷന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി ആ ഗുണ്ടകളുടെ കൂടെ അപ്പൊ തന്നെ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് വിട്ട് ആഘോഷിക്കുക. സാർ, ഈ ക്രിമിനലുകളെ അത് കാക്കി ഇട്ടവരാണെങ്കിലും കാക്കി ഇടാത്തവരാണെങ്കിലും സംരക്ഷിക്കുന്ന ഈ നിലപാട് അതൊരു ജനാധിപത്യ സംവിധാനത്തിന് അപമാനകരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സാർ, കിങ് ജോങ് ഉന്നിന്റെ
Please. കിം ജോങ് ഉന്നിന്റെ മകൾക്കിട്ട പേര് മറ്റാർക്കും ഇടരുത് എന്ന് പറയുന്ന ഒരു നിലപാടിനെ പറ്റി നമ്മൾ വായിച്ചു. അതുപോലെയാണ് മുഖ്യമന്ത്രി ഇപ്പൊ പറഞ്ഞത്. ഒരു പെൺകുട്ടി സമരം ചെയ്യുമ്പോൾ പുരുഷ പോലീസ് കടന്നു പിടിക്കുന്നത് മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്ന് പറഞ്ഞ നേതാവ് അപ്പുറത്തും ഉണ്ടായിരുന്നു, ബൃന്ദ കാരാട്ട്. മിവാ ജോളി എന്ന് പറയുന്ന ഞങ്ങളുടെ ധീരയായ സഹപ്രവർത്തകർ ഈ കരിങ്കൊടി പ്രതിഷേധം അത് അസഭ്യം പറഞ്ഞ് തലയിൽ പിടിച്ച് തള്ളി വട്ടം പിടിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്ന പോലീസിനെ എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നത്? സാർ, ഞങ്ങൾ അനാവശ്യമായിട്ടുള്ള ഒരു സമരത്തിനും ഞങ്ങൾ പോകുന്നില്ല. ഞാൻ അവസാനിപ്പിക്കാം. അക്രമത്തിനും ഞങ്ങൾ പോകുന്നില്ല സാർ. കേരളമെമ്പാടും കാസർഗോഡ് സാർ, അങ്ങ് ദൃശ്യങ്ങൾ പരിശോധിക്കണം. അങ്ങയുടെ പൈലറ്റ് വാഹനത്തിന്റെ മുമ്പിൽ കാർ പോയിക്കൊണ്ടിരിക്കും, അതിൻ്റെ ഇടയിൽ നിന്ന് ലാത്തി എടുത്തിട്ട് കടന്നു പോകുന്ന വണ്ടിയിൽ നിന്ന് ലാത്തി എടുത്തിട്ട് രാകേഷ് കരിച്ചേരി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ തലയിൽ മർദ്ദിച്ചിട്ട് ബ്ലഡ് കോട്ടായിട്ട് മംഗലാപുരം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. സാർ, വിഷ്ണു സുനിൽ പന്തളത്തിനെതിരെ ഈ കൊലപാതക ശ്രമം നടത്തിയ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ പോലും പോലീസ് മടിക്കുക. സാർ, അവരെ രണ്ടുപേരെ പോലീസിന്റെ മുമ്പിൽ കടന്ന് കറങ്ങുമ്പോൾ പോലും നടപടിയെടുക്കാൻ മടിക്കുക. സാർ, അതുകൊണ്ട് സമരങ്ങളോട് ഇങ്ങനെ ഹോൾസെയിൽ ആയിട്ടുള്ള പുച്ഛവും അസഹിഷ്ണുതയും കൊണ്ട് നടക്കുന്നത് ശരിയല്ല. ഞങ്ങൾ നാട്ടിലെ നികുതി ഭീകരതയ്ക്കെതിരായിട്ടുള്ള സമര പോരാട്ടത്തിലാണ്. അത് സഭക്കകത്തും പുറത്തും സമരം ചെയ്യുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭരണകൂടത്തെയും ഞങ്ങൾ ഭയപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ സമരം ചെയ്യുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ആ സമരങ്ങളെ ഇങ്ങനെ തല്ലി ഒതുക്കാൻ ശ്രമിക്കുന്ന പോലീസിന്റെ ഈ കിരാത നടപടികൾക്കെതിരെ അതിനോടുള്ള സർക്കാരിന്റെ സമീപനം അത് ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടുന്നു. സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി.